ഹലോ, വെൽക്കം ടു മൈ ചാനൽ മാൻജോസ് വെയിൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്പനയിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കനാണ്. ഞാനതിൽ കസ്തൂരി മെത്തി ചേർത്തിട്ടില്ല. ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ആർക്കും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. പിന്നത്തെ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പാകത്തിനൊത്ത് ഇടാം കേട്ടോ. കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പുളിപ്പിന് വേണ്ടി ഒന്നില്ലെങ്കിൽ വിനെഗർ ഒഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിനെഗറാണ് ഒഴിക്കുന്നത്. 1 ടീസ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കേട്ടോ. നല്ലോണം ഇത്തിരി പുളിപ്പ് ഉണ്ടാവുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻ. അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തോ. ഇനി നമുക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറോ, പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ വശങ്ങളിലും ഇത് പിടിക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രസമല്ലേ ചിക്കൻ ഇരിക്കുന്ന കാണാനായിട്ട്. എല്ലാ വശത്തോട്ടും ഞാനത് കുഴച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറും ഒക്കെ ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റെപ്പ് നോക്കാം. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടർ എന്തായാലും ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്കിതിലോട്ട് ബട്ടറും കൂടി, 1 കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മുടെ ബട്ടറൊക്കെ തീ കിടന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിൽ കിടന്നിരുന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പം ഇതെല്ലാം ഇനി അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ബട്ടറിൽ കിടന്ന്. അപ്പം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ബോണോടുകൂടിയ ചിക്കനാണ് കേട്ടോ. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം ഫുള്ളായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം നോക്കാം. പിന്നെ നമുക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാത്രത്തിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലോട്ട് ഞാനിവിടെ ഒരു 3 സ്ലൈസ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് ഒന്ന് ചൂടാവട്ടെ. ബട്ടർ കുറവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സവാളയൊക്കെ കുറച്ചൊന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ട് ഇനി നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കാഷ്നട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. കാഷ്നട്ട് ഇതിൽ കിടന്നൊന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിതിൽ കാഷ്നട്ട് ചേർക്കുന്നില്ല, പകരം ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, തിക്നെസ്സിനും അതേപോലെ തന്നെ സ്വീറ്റ്നെസ്സിനും ഒക്കെ വേണ്ടി. അപ്പോൾ പിന്നെ കാഷ്നട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. ഞാൻ കാഷ്നട്ട് ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇത് നരിച്ച് എടുക്കണം. നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പം നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാനിലോട്ട് ഒഴിക്കും. പാനെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറുണ്ട്. കാശ്മീരി ചില്ലി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ അത്ര നല്ല കളർ കിട്ടിയേക്കണത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു തിക്നെസ്സിനും അതേപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കന് ആ ഒരു മധുരവും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 5 മുതൽ 8 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഇട്ടട്ടെ. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഇതിൻ്റെ ഉപ്പ് എന്തോരം ഉണ്ടെന്ന് നോക്കണം. ഓൾറെഡി ഇത് കുറുകലുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം കാഷ്നട്ട് ഇട്ടിട്ടില്ല ഞാനിതിൽ. കാഷ്നട്ട് ഇല്ലെങ്കിലും നല്ല കുറുകലാണ്. ഈ സമയത്ത് ഞാൻ 2 മുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്രീമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. കൂടാതെ ഒരു കഷ്ണം ബട്ടറും കൂടി മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.